ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മൺഡേ വ്ളോഗാണ് കേട്ടോ. മൺഡേ വ്ളോഗിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സാഗരി ഞങ്ങൾ ഓൺലൈനായിട്ടൊരു ഷൂ വാങ്ങിച്ചു. പക്ഷേ ആ ഷൂ അവന് ചെറുതാണ്. അപ്പോൾ ആ ഷൂ മാറ്റി എടുക്കാൻ പോവാണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത് എങ്കിലും നമ്മളത് സ്റ്റോറിൽ കൊണ്ടുപോയി തിരിച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ പുതിയത് വേറെ സൈസിന് നല്ല സൈസുള്ളത് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇസാക്ക് ഓൾറെഡി ഉറങ്ങി. പിന്നെ ഇന്നത്തെ വെതർ നിങ്ങൾ കണ്ട ഒരു വൃത്തികെട്ട കാലാവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച ഇന്നത്തെ ആഴ്ച വരെ നല്ല വെയിലും നല്ല ക്ലൈമറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴയും തണുപ്പും സ്നോഫോളിൻ്റെ ഒക്കെ ഒരു നല്ല പോലത്തെ തണുപ്പായി. അങ്ങനെ വൃത്തികെട്ട കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്നാണ് കേട്ടോ പോണത്. ഇവിടെ നിന്നൊരു ഈ പൂ കണ്ട കണിക്കൊന്ന പൂ, ഇതാണ് ജർമ്മൻ കണിക്കൊന്ന. ആ കളറിലേക്ക് വീടിൻ്റെ കളർ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് കടയിൽ പോകുന്നത്. ഇവിടുത്തെ ഷൂ കട ഡൈഷ്മാൻ, ജർമ്മനിയിലുള്ളവർക്ക് അറിയായിരിക്കും. ഞാൻ ഈ കടയിൽ നിന്നാണ് മെയിനായിട്ട് ഷൂ വാങ്ങിക്കാറ്. വേറെയും കടകളൊക്കെ ഉണ്ട് കേട്ടോ, നൈക്കിൻ്റെയൊക്കെ കടകളുണ്ട്. പിന്നെ ഇവിടെ ഓരോ ബ്രാൻഡുകളുടെയും ഔട്ട്ലെറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ കടയിലേക്ക് പോകാറ്, കാരണം ഞങ്ങൾക്ക് ഈ കടയാണ് അടുത്ത്. അപ്പോൾ നമ്മൾ ആ കടയിലോട്ട് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നടത്തം കടയിലോട്ടാണ്. വേറെ എക്സ്ട്രാ നടത്തൊന്നും വരുന്നില്ല, വേറെ എക്സ്ട്രാ എക്സസൈസൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കടയെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ കടയിൽ പോയി വന്നു. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ച് കോച്ചി പിടിക്കുകയായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ സാക്കിന് ഷൂ കടയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് വേറെ ഒരെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല തണുപ്പാണ് പുറത്ത്, എനിക്ക് ഇഷ്ടമല്ല തണുപ്പ്. അപ്പോൾ എനിക്കൊരു കാപ്പി കുടിക്കണം. ഇസാക്ക് ഉറങ്ങായിരുന്നു, ഉറക്കത്തിൽ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ അവൻ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറെന്ന് പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ്, അതേപോലത്തെ ഒരു റൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഞാനത് ഫുള്ള് ഉരുക്കി കളയുകയും ചെയ്തു നടന്നിട്ട്. ഞാൻ പക്ഷേ ചെടി വാങ്ങിച്ചു വിട്ടെന്ന്. ആ ഡൈഷ്മാൻ, ആ ഷൂ കടയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു ചെടിക്കട, വലിയ ചെടിക്കടയാണ് അത്. ഇൻഡോർ പ്ലാന്റ്സും പിന്നെ സമ്മർ അവിടെ നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റിയ പ്ലാന്റ്സ് എല്ലാം അത് അവിടെ നിന്ന് കിട്ടും. കുറേ വെറൈറ്റി ടൈപ്പ് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷെ ഞാൻ പൂക്കളുള്ളതൊന്നും വാങ്ങിച്ചില്ല, കാരണം പൂക്കളുള്ളതൊക്കെ നമുക്ക് സമ്മറിൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ പൂക്കളുള്ളത് വെച്ചാലും ആ ചെടി സമ്മർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പോവും, ഉണങ്ങി വാടി പോവും. പിന്നെ അതിനെ കൊണ്ട് കളയണം, അത് പണിയാണ് സത്യം പറഞ്ഞാൽ. അതിനും ഭേദം എനിക്ക് തോന്നുന്നത് ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നതാണ് നല്ലതെന്നാണ്. അപ്പോൾ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ആ മറ്റേ മണി പ്ലാന്റും ആ പന പോലത്തേക്കുള്ള ചെടിയൊക്കെ. എനിക്ക് അവരുടെ ശരിക്കുള്ള നാമം അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പേരൊക്കെ പറയുന്നത്. അതൊക്കെ അറിയുന്നവർ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ആ പ്ലാന്റ്സൊക്കെ നമ്മൾ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. നമ്മൾ നാട്ടിൽ പോയി വന്നാലും ഇപ്പോൾ 2 മാസത്തേക്ക് അല്ലെങ്കിൽ 1.5 മാസത്തേക്കൊക്കെ നമ്മൾ വെള്ളം പോലും ഒഴിച്ച് കൊടുക്കാതെ നാട്ടിലോട്ടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും അവരിങ്ങനെ നിന്നോളും. അപ്പോൾ അവരെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം ഇപ്പോൾ വളർത്താനായിട്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ വാങ്ങിച്ച ഒരു ചെടി ഇതാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വലുതാവും. ഞാൻ ആംഗിൾ മാറ്റട്ടെ. കണ്ട, ഇതാണ് ഒരെണ്ണം. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വലുതാവും. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ കള്ളിച്ചെടി നല്ല വലിപ്പത്തിലിരിക്കണം കണ്ടിട്ടില്ലേ, അതേപോലെ നല്ല വലിയതാവുന്ന ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് കലാത്തിയ എന്നാണ്. കലാത്തിയ മക്കോയാൻ അങ്ങനെ എന്തൊരു പേരാണ്. €5.49 വരുന്നത്. പക്ഷെ എനിക്കിത് ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്കൊന്ന് കാണുമ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നണില്ലേ, പക്ഷെ ഇത് ഒറിജിനലാ. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് ചെടി ഇഷ്ടമായ പുതിയ ചെടി. ഇതിൻ്റെ പേര് എന്നിട്ടായിരുന്നു ഇതിൻ്റെ ഇത് മറ്റേ സാധനം എന്തിൻ്റെ പേര് മോൺസ്റ്റർ അല്ല, മോൺസ്ട്ര ഡെലിക്കോസി അങ്ങനെ എന്തൊരു സാധനം. പൊന്നോ, ഇത് ചെടി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലകളിൽ ഇങ്ങനെ ഓട്ടയുള്ള നല്ല വലിപ്പത്തിൽ വരുന്ന ഒരു ചെടിയാണ്. വലിപ്പത്തിൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടി വലുതാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെടിയാണ്. ഇപ്പോൾ ഇലകളിൽ ഓട്ടയില്ല ചെടി. അപ്പോൾ പക്ഷേ ഇത് കുറച്ചുകൂടി
ആ അപ്പോൾ പക്ഷെ കുറച്ചും കൂടി ഈ ഇല വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമ്മക്ക് ഇങ്ങനെ ഓട്ടകൾ വരുണ്ടാ. ആ ചെടി ഇത് ഇല ഇല ഇല. അപ്പോൾ ഇതാണിത്. ഇതിൻ്റെ തന്നെ മോൺസ്റ്ററുടെ തന്നെ വേറെ ഒരു ടൈപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ഇല ഇങ്ങനെ റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല ഇങ്ങനെയാണ് നീളത്തിൽ. ആ നീളത്തിലുള്ള ഇലയും കുറേ ഓട്ടകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ഇതെടുത്തു. ഇതിനിപ്പോൾ വലിയൊരു പോട്ടിലോട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ അതിനെ പറ്റിയ ചട്ടി ഇവിടെ ഇല്ല. അപ്പോൾ എനിക്കത് വാങ്ങിക്കണം. ഇനി അടുത്ത ചെടി അമ്പടാ. എവിടെയാടാ കോഴിക്കള്ള? എവിടെ ചിക്കൻ? ചിക്കൻ എവിടെയാ? ചിക്കൻ എവിടെയാ? എൻ്റെ കയ്യിലില്ലേ, ഞാൻ എടുത്തിട്ടില്ല. ചിക്കൻ വേണോ ഇനി വേണോ? ചിക്കണെങ്കിൽ ചിക്കൻ അല്ലേ? ബിരിയാണി ഇഷ്ടല്ലേ? അത് കഴിക്കേ. നെക്സ്റ്റ് ചെടി ഓർക്കിഡ്. ഓർക്കിഡ് ഇതിന് €6 കേട്ടോ വന്നത്. മറ്റേതിന് എത്ര 8, മോൺസ്റ്ററിന് എത്ര €8. പക്ഷെ അതിൻ്റെ വലുതുണ്ട്. വലിപ്പം കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും കേട്ടോ. ഇന്നാ അല്ല അത് കഴിക്ക്. അവൾക്ക് എത്രയായിരുന്നു? അവൾക്ക് കലാത്തിയേക്ക് €6, ഇതിന് €7. അല്ല ഇതിന് €6 സംതിങ്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാൻ. ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കാണാനായിട്ട്. പൂ കണ്ട വന്നിരിക്കുന്നത്. ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല, ഇത് ഞാൻ മാറ്റട്ടെ കേട്ടോ. മറ്റുള്ള പൂക്കളുള്ള ചെടികളെ വെച്ച് നോക്കുമ്പോൾ ഓർക്കിഡ് കുറേ കാലം ഇരിക്കും. പക്ഷെ ഇതിന് കുറച്ചും കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലാണ് അത് നിൽക്കുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടമായി. എനിക്കൊരു നല്ലൊരു വെറൈറ്റി തോന്നി. ഇതിനേക്കാളും വെറൈറ്റി ഉള്ള വേറെയും ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. അപ്പം ഞാൻ ഇതിനെടുത്തു. ഒരു പൂവ് പൊന്നു. അതിപ്പോൾ പൊടി ഉണ്ടാവും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ചെടികൾ കാണിച്ചു തന്നു. അപ്പം ഇനി ബാക്കിയുള്ള ചെടികളും കൂടി കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂടെ വർഷങ്ങളെന്ന് വെച്ചാൽ ഒരു 3 വർഷത്തിനേക്കാൾ അധികമായിട്ടുണ്ട് മണി പ്ലാന്റ്. ഇതേ നിൽക്കണം കണ്ടാ, കാട് പോലെ. ഇത് ഇന്നും വലുതായിക്കൊണ്ടിരുന്നതാട്ടെ. നമ്മൾ വെട്ടി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം ഇതൊക്കെ ചുമരുമ്പേക്ക് കയറി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂപ്പൽ പാട് അതൊക്കെ വരും. അതുകൊണ്ട് അവനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പക്ഷെ എന്ത് രസമല്ല ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട്. ഈ സാധനം ഞാൻ നൊക്ലാജി അടിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എൻ്റെ അമ്മ വീട്ടിൽ ഇതുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ എന്നിട്ട് ഇതിനെ ശതവാലി അങ്ങനെ എന്തൊക്കെയാണ് നമ്മളിതിനെ വിളിച്ചിരുന്നത്. പക്ഷെ ഇത് ബൊക്കയിലൊക്കെ വെക്കുന്ന ഇതിനെന്തോ നല്ലൊരു പേരുണ്ട്. എനിക്ക് ആ പേര് കറക്റ്റ് അറിഞ്ഞൂടെ. ആസ്പരാഗസ് അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ അതെ, ഇതും നമ്മൾ ഈ പറഞ്ഞ പോലെ 2 മാസം നാട്ടിലോട്ട് വെളിച്ചമുണ്ടായിരുന്നു. വെയിലുള്ളിടത്താണ് ഞങ്ങളത് വെച്ചിട്ട് പോയത്. വിൻ്റർ ടൈമിലാണ് പോയത്. പക്ഷെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് ആ 1.5 മാസത്തിൽ വേറെ ആരും വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അത് രക്ഷപ്പെട്ടു പോന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുണ്ട്. പിന്നെ ഈ പന ഏകദേശം 2 വർഷത്തോളമായിട്ടുണ്ട്. ഇത് അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടുന്ന് മാന്തി ഇത് ഇലകളൊക്കെ പോയി. ഇടയ്ക്ക് ചിലതൊക്കെ ഇങ്ങനെ അസ്ഥികൂടം പോലെ നിൽക്കും. എങ്കിലും അവരും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ചെടി അതാ കുറേ കാലങ്ങളായി. ഇതിനും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതുമ്പോൾ പൂവുണ്ടാവും കൂടിയും ചെയ്യും. അത് പൂവും എന്നാൽ വലിയ വലിപ്പം വെക്കുന്നില്ല. ഈ വലിപ്പത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ചെടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇതാണ് കേട്ടോ, ഹെർബാണ്. തൈമീനാണത്. തൈമീൻ നമ്മളിങ്ങനെ സ്പൈസ് നമ്മളിങ്ങനെ ഇടില്ലേ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ ജസ്റ്റ് നല്ല സ്മെല്ലിനൊക്കെ വേണ്ടി വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. എനിക്ക് ആക്ച്വലി റോസ്മേരി വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പെന്നിയിൽ ഇത് സെയിലിന് വന്നിട്ടുണ്ടായിരുന്നു. പെന്നി എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടുത്തെ. €1.99 കുറച്ചിങ്ങനെ ഹേർബ്സിൻ്റെ ചെടികൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഹേർബ്സ് തന്നെയല്ല അത് ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ ഞാൻ അവിടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നീട് വന്നപ്പോഴേക്കും ആ സാധനമൊക്കെ തീർന്നു കേട്ടോ. ഒരു ദിവസം കൊണ്ട് തീർന്നു. അപ്പോൾ ആകെ കൂടി ബാക്കി ഉണ്ടായിരുന്നത് ഈ തൈമീനാണ്. അപ്പോൾ ഞാൻ തൈമീൻ എടുത്തിട്ട് പോന്നു. റോസ്മേരി എനിക്ക് അടുത്തത് വാങ്ങിക്കണം. ഇത് ഞാൻ വരച്ച പടമാണ്. എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനി എനിക്ക് അപ്പതേ കണ്ട മഴക്കാറായി. ഇത്ര നേരം ഒരു ഇത്തിരി വെയിൽ വന്നതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മഴക്കാറ് വന്ന് ഇരുട്ടായി.
ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇന്നലെ തൊട്ട് സമയം മാറിയിട്ടുണ്ട്. ഒഫീഷ്യലി നമ്മുടെ സ്പ്രിങ് സമ്മറിലോട്ട് നമ്മൾ കടക്കായി. അതായത് നമ്മൾ വിൻ്റർ ടൈമിൽ നമ്മുടെ നാടും ഇവിടെയും തമ്മിൽ 4.5 മണിക്കൂറായിരുന്നു വ്യത്യാസം. ഇപ്പം 3.5 മണിക്കൂറാണ് കേട്ടോ വ്യത്യാസം. അതായത് ഇവിടെ ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങോട്ട് പുറകോട്ട് അങ്ങോട്ടായി. ഇവർ സമയം ക്ലോക്ക് തിരിച്ചു വെച്ചു. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയ സമയത്ത് ഇവർക്ക് അങ്ങനത്തെ ഒരു പണിയുണ്ട്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വന്ന് ക്ലോക്ക് തിരിച്ചു വയ്ക്കും. അപ്പോൾ യേശുവിനെ കൊണ്ടുവരാൻ ടൈം ആവുന്നുള്ളൂ, 3 മണി ആവുന്നുള്ളൂ. ഇസാക്കിന് വിശക്കുന്നില്ലേ? ചോറ് വേണ്ടേ? വേണ്ടേ? വേണോ വേണ്ടയോ? വേണം വേണം. എന്നാൽ കഴിക്കേ, ചിക്കൻ കഴിക്കേ. ഇസാക്കിന് വലിയ വിശപ്പില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റൈസ് എടുത്ത് മാറ്റട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു വൃത്തികെട്ട കാലാവസ്ഥയാണ്. ആലിപ്പഴമാണ് കേട്ടോ വീണുകൊണ്ടിരിക്കുന്നത്, മഴയല്ല. കൂട്ടത്തിൽ ഇടി വെട്ടനും കൂടി ഉണ്ട്, കാണിച്ചു തരാം. വലിയ താല്പര്യമൊന്നും ഇല്ല, എന്നാലും ആലിപ്പഴം ആയതുകൊണ്ട് കാണിച്ചു തരാം. കണ്ടാ സൗണ്ട് കേൾക്കാനുണ്ടോ നിങ്ങൾക്ക്? ഈ മൈക്ക് ഊരട്ടെ. എന്താ എനിക്കിവിടേക്ക് അടിയിലാണ് ഫുള്ള് വീണെടുക്കുന്നത്. കണ്ട എല്ലാവരും മൂടി കടകളിൽ കയറി. പഴം എൻ്റെ അമ്മ അടിപൊളി. നോക്കിയാ ആ മുക്കിൽ കണ്ട നിങ്ങൾ വൈറ്റ് കളറിൽ ഇങ്ങനെ കൂടി കിടക്കുന്നത് ആ സ്റ്റെപ്പിൻ്റെ അവിടെ, അത് ഫുൾ ഇതാണ് കേട്ടാ. ഇനിയിപ്പോൾ ഞാനിങ്ങനെ സുന കൊണ്ടുവരാൻ പോവാ, അപ്പോഴേക്ക് നിൽക്കുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൊക്കെ വീഴാൻ പോണ പോലത്തെ ഒരു തണുപ്പായിരുന്നു ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഈ ഉണ്ടകൾ വരാനായിട്ടുള്ള തണുപ്പായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇടിവാളും കൂടി മിന്നുന്നുണ്ട്. അടിച്ചു പോവോ നമ്മൾ? ഇങ്ങോട്ട് വാ. ഇടിവെട്ടുണ്ട്, ഇടിവെട്ടുണ്ട് ഇസാക്കെ. ആ ഇറങ്ങ് ഇറങ്ങ്, എനിക്ക് ഔവ വരും. ഔവയല്ല, നമ്മൾ കാഞ്ഞും പോവും ഇസാക്കെ. വാടാ. ചെടികൾ ഇഷ്ടമുള്ളവർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവർക്കൊക്കെ എന്താണ് നിങ്ങൾ വളമായിട്ട് കൊടുക്കണേ എന്നുള്ളത്. കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ? ഇതാണ് ഇവിടുത്തെ അക്വേറിയം. ഈ അക്വേറിയത്തിലത്തെ വെള്ളം നമ്മൾ മാറ്റും. ഈ അക്വേറിയം നല്ല അടിപൊളിയായിട്ട് റോബിൻ ചേട്ടൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വെള്ളം മാറ്റുന്ന ടൈമിൽ ആ വെള്ളം കളയാതെ അതിലത്തെ വെള്ളമാണ് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ചാവറായ ചെടികൾ ഉണർന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട് കേട്ടോ. നല്ല ഇമ്പ്രൂവ് തോന്നാറുണ്ട്. അപ്പം നല്ല വളമുള്ള വെള്ളമാണത്. അപ്പോൾ ആ വെള്ളമാണ് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ ഞങ്ങൾ വളം വാങ്ങിച്ചിവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളതങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചകിരിച്ചോറൊന്നല്ല നമ്മൾ വെച്ചിരിക്കുന്നത്, സാധാ നമ്മൾ മണ്ണ് വാങ്ങിക്കാൻ കിട്ടും, ആ മണ്ണിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സമയം 3 മണിയായിട്ടാണ്. ഞങ്ങൾ പോണേക്കാൾ മുൻപ് ഞാൻ ഇത്തിരി ചോറ് കഴിച്ചായിരുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഡയറ്റ് എൻ്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല. മേ ബി എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉള്ളതുകൊണ്ടായിരിക്കാം, അതിൻ്റെ മെഡിസിൻ എടുക്കുന്നതുകൊണ്ടായിരിക്കാം. അതായത് വല്ലാതെ കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കുമ്പോൾ അത് ഞാൻ എൻ്റെ ശരീരത്തിനെ വല്ലാതെ നോവിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ കാണിക്കാൻ തുടങ്ങി, ഭയങ്കര ക്ഷീണം അതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണമായ റൈസ് അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടാറ്റോ, ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോറ് ഞാൻ പോണേക്കാൻ മുമ്പ് കഴിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ 3 മണിയായി. ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ചീര ചിക്കൻ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. കട്ട്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ, അതിന് മുൻപുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് ബാക്കിയുണ്ട്. പിന്നെ കോട്ടേജ് ചീസ്, അത് ഫാറ്റ് 2 എത്രയോ ഫാറ്റുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കോട്ടേജ് ചീസ് നമുക്ക് ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ രണ്ടും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവൻ വെറുതെ വന്ന് നോക്കിക്കുന്നതാണ്. ഇവൻ കഴിക്കൂല, അന്ന് എന്നെ തീറ്റിക്കൂല. ഇത് വേണോ? കഴിക്കുമോ? ടേസ്റ്റ് ഉണ്ടാ? ഇപ്പം ആലിപ്പഴം ഒക്കെ പെയ്യുന്നത് നിന്നു കേട്ടോ. ഇപ്പോൾ അതേ ആകാശം ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, വെയിൽ ഉദിക്കാൻ പോകുന്ന പോലെ. ഇങ്ങനെയാണ് ഇവിടുത്തെ വെതർ. ഇനി 2 മാസം മിക്കതും ഇങ്ങനെയായിരിക്കും വെതർ. അപ്പം ഞാനൊരു ബ്ലാക്ക് കോഫി കുടിക്കുകയാണ്, പാലും പഞ്ചസാരയും ഒന്നും ഇല്ലാത്ത ബ്ലാക്ക് കോഫി. ഇത് ആക്ച്വലി ഞാൻ ദിവസത്തിലൊരു 3 എണ്ണമൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചു, കാരണം എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇതിങ്ങനെ 3 എണ്ണമൊക്കെ കുടിക്കുന്നത്
ശരിയാകുമോ എന്ന് എനിക്കൊരു പേടി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ്സാക്കി കുറച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെറിയ ചെറിയ വ്ളോഗുകളാണ് എന്നും എടുക്കാം എന്ന് വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ എന്നും എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു, അസുഖമായിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷൻ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ തൂറ്റിളക്കം എന്ന് പറയും, വയറിളക്കം, ഛർദി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഡേ കെയറിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ചെടികളാണ് മെയിനായിട്ടും ഉണ്ടായിരിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. ഇസാക്ക് ടാറ്റ പറയൂ. ടാറ്റ പറയൂ.